അസ്സലാമു അലൈക്കും. ഉമ്മഹാത്തുൽ മോമിനീൻ എന്നറിയപ്പെടുന്ന പുണ്യ റസൂലിൻ്റെ ഭാര്യമാരുടെ പേരും ചരിത്രവും ആണ് നമ്മൾ ഇന്നിവിടെ വിവരിക്കുന്നത്. റസൂലിന് 12 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. അവരിൽ റസൂലിനേക്കാൾ 15 വയസ്സ് പ്രായം കൂടുതലുള്ള ഖദീജ ബീവിയെയാണ് റസൂൽ ആദ്യമായി വിവാഹം ചെയ്തത്. അവരുടെ മരണശേഷമാണ് വേറെ വിവാഹത്തിന് അദ്ദേഹം ശ്രമിക്കുന്നത്. 12 ഭാര്യമാരിൽ ഒരാൾ മാത്രമേ കന്യകയായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും വിധവകളായിരുന്നു. നബിയുടെ യൗവനകാലത്ത് അദ്ദേഹം ഏകപത്നീവ്രതം ആചരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെപ്പറ്റി വിമർശിക്കുന്നവരോട് പ്രവാചകൻ്റെ 53 വയസ്സിനു ശേഷമാണ് റസൂലിൻ്റെ മറ്റെല്ലാ വിവാഹങ്ങളും നടന്നത്. വിവാഹങ്ങൾ ഇസ്ലാമിലെ പ്രബോധനം അനുസരിച്ചാണ് നടന്നിട്ടുള്ളത്. വിവാഹങ്ങൾ എല്ലാം മാനുഷികവും ധാർമ്മികവും സാമൂഹികവും ആയ പശ്ചാത്തലത്തിലാണ് നടന്നിട്ടുള്ളത്. ഹിജ്റ 8-ാം വർഷം 4-ലധികം ഭാര്യമാർ എന്ന രീതി നിർത്തലാക്കുകയും ചെയ്തു. യുദ്ധം പോലുള്ള സമയങ്ങളിൽ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട വിധവകൾ അധികരിക്കുകയും അതിലൂടെ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ സാമൂഹിക വിരോധികൾ ശ്രമിക്കുകയും ചെയ്തു. അതിനെ തടസ്സം ചെയ്യാൻ വേണ്ടിയാണ് വിധവകളെ വിവാഹം ചെയ്യുക എന്ന രീതി വന്നത്. സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുക എന്നത് പരിശുദ്ധ ഇസ്ലാം ഒരു കാലത്തും അനുവദിച്ചിരുന്നില്ല. പുരുഷന്മാരുകളേക്കാൾ സ്ത്രീകൾ കൂടുതലായിരുന്ന സമയമായിരുന്നു അത്. ഉഹദ് യുദ്ധം നടന്നപ്പോൾ 70 ഷഹീദുകളുടെ ഭാര്യമാരെ വിവാഹം കഴിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് റസൂലിൻ്റെ ആദ്യ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ചറിയാം. ഖുറൈശി പ്രമുഖനായ ഖുവൈലിദിൻ്റെയും ഫാത്തിമ ബിൻത്ത് സായിദയുടെയും മകളാണ് ഖദീജ. ജീവിത വിശുദ്ധിയും ശാലീനതയും കുലീനതയും കാരണം അവരെ ത്വാഹിറ അഥവാ പരിശുദ്ധ എന്നും അറിയപ്പെട്ടിരുന്നു. ഹഖീഖ് ബിൻ ആബിദ്, അബൂ ഹാല എന്നിവർ ആദ്യ ഭർത്താക്കന്മാർ ആയിരുന്നു. അബൂ ഹാലയിൽ നിന്നും 2 സന്താനങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഹാല, ഇന്ത് എന്നിവർ ആയിരുന്നു അവർ. ഖദീജ ബീവിയുടെ 40-ാം വയസ്സിൽ ആണ് മുത്ത് റസൂലിനെ കല്യാണം കഴിക്കുന്നത്. നബിയുടെ 6 സന്താനങ്ങളെ പ്രസവിക്കാനുള്ള ഭാഗ്യവും അവർക്ക് ലഭിച്ചിരുന്നു. നുബുവത്തിൻ്റെ 10-ാം വർഷം റമളാൻ 10-ന് 65-ാം വയസ്സിൽ ഈ മഹദി ഇഹലോകവാസം വെടിഞ്ഞു. സൗദ ബിൻത്ത് സംഅ റളിയല്ലാഹു സംഅയുടെയും സുമൂസിൻ്റെയും മകളാണ് സൗദ റളിയല്ലാഹു അൻഹു. അക്കാലത്ത് നിലനിന്നിരുന്ന വിഗ്രഹാരാധനയും ദുരാചാരങ്ങളെയും എതിർത്തവരാണ് ആ മഹദി. ആദ്യ ഭർത്താവ് സഹ്റാൻ എന്നവരാണ്. സഹ്റാൻ്റെ മരണശേഷം നുബുവത്തിൻ്റെ 10-ാം വർഷം നബിയുമായുള്ള വിവാഹം നടന്നു. നബിയുടെ കൂടെ 14 വർഷം ജീവിച്ച ഇവർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൻ്റെ കാലത്ത് ശവ്വാൽ മാസം മദീനയിൽ വെച്ച് മരണമടഞ്ഞു. റസൂലിൻ്റെ ഭാര്യമാരിൽ ഏറ്റവും പ്രായമേറിയവരായിരുന്നു ഇവർ. ആയിഷ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിച്ചവരിൽ ഏക കന്യകയും പ്രവാചകൻ്റെ ഇഷ്ടത്തോഴൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹയുടെയും ഉമ്മുറുമാൻ റളിയല്ലാഹു അൻഹയുടെയും മകൾ ആണിവർ. നുബുവത്തിൻ്റെ 4-ാം വർഷമാണ് ജനനം. ഹിജ്റ 2-ാം വർഷം ശവ്വാൽ മാസം റസൂലുള്ളാഹിയുമായി ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങി. ഹിജ്റ 57-ൽ റമളാൻ 17-ന് ചൊവ്വാഴ്ച
66-ാമത്തെ വയസ്സിൽ മഹദി അള്ളാഹുവിലേക്ക് മടങ്ങി. ജന്നത്തുൽ ബഖീയിൽ ആണ് ഖബറിടം. ഹഫ്സ ബിൻത് ഉമർ മൽഊൻ സൈനബ് ബിൻത് റളിയല്ലാഹു അൻഹയുടെയും രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹയുടെയും മകളാണ് ഹഫ്സ. ഖുറൈശികൾ കഅബയുടെ പുതുപ്പിക്കൽ പണി നടക്കുന്ന കാലത്താണ് മഹദിയുടെ ജനനം. ഹുനൈസ് ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹയാണ് ആദ്യ ഭർത്താവ്. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി. ഹിജ്റ 3-ാം വർഷം നബിയുമായുള്ള വിവാഹം നടന്നു. ഹിജ്റ 45-ാം വർഷം ശഅബാൻ 45-ൽ മുആവിയ റളിയല്ലാഹു അൻഹുയുടെ ഭരണകാലത്ത് 60-ാം വയസ്സിൽ ഈ മഹദി ഇഹലോകവാസം വെടിഞ്ഞു. ജന്നത്തുൽ ബഖീയിൽ ആണ് മഹദിയുടെ ഖബറിടം. സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ ഖുസൈമത്ത് ബിൻത് ഹാരിസ് ബിൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഔഫിൻ്റെയും പുത്രി ഹിന്ദിൻ്റെയും മകളായി. നുബുവത്തിൻ്റെ 14 വർഷങ്ങൾക്ക് മുൻപ് ജനനം. ഹിജ്റ 3-ൽ നബിയുമായി വിവാഹം. ആദ്യ ഭർത്താവ് തുഫൈൽ ഇബ്നു ഹാരിസ്. അദ്ദേഹം വിവാഹമോചനം നടത്തി. അതിനുശേഷം അവരുടെ സഹോദരൻ ഉബൈദ് ഇബ്നു ഹാരിസ് വിവാഹം ചെയ്തു. അദ്ദേഹം ബദർ യുദ്ധത്തിൽ ഷഹീദായി. അതിനുശേഷം അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് വിവാഹം ചെയ്തു. അതിൻ്റെ ശേഷം അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. അതിൻ്റെ ശേഷമാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം കഴിക്കുന്നത്. ഹിജ്റ 3-ൽ റബീഉൽ ആഖിറിൽ 30-ാം വയസ്സിൽ വഫാത്തായി. ജന്നത്തുൽ ബഖീയിൽ ആണ് മരണം. ഖബറടക്കിയതും അവിടെയാണ്. ഉമ്മുൽ മസാക്കീൻ അഥവാ ദാരിദ്ര്യരുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഇവർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ നിസ്കാരം നിസ്കരിച്ച ഏക വനിത ഇവരായിരുന്നു.